ജനറൽ ആശുപത്രിയിൽ നിന്നും രാജ്കുമാർ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. രാജ്കുമാർ, വലിയ പ്രതിഷേധങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരിടേണ്ടി വന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉള്ളിലേക്ക് പ്രവേശിച്ചു, വൈദ്യ പരിശോധനയ്ക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്കുമാറിനോടൊപ്പം ജനങ്ങളെ കാണാം, യുവതകളെ കാണാം. എന്തൊക്കെയാണ് അവർ പറയുന്നത്? ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐയുടെ കടുത്ത പ്രതിഷേധത്തിന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയായി. മുമ്പ് തന്നെ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ മൂന്നാമത്തെ പരാതി കൂടിയായി. അതിൽ അറസ്റ്റിലാവും. ഇതിന് മുമ്പ് 2 തവണയും ഇപ്പോൾ മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒളിവിൽ കഴിയുക, അങ്ങനെ പലതരത്തിലുള്ള നമ്പറുകൾ ഇറക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇത് തന്ത്രപരമായി പോലീസ് കൊടുക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐയുടെ നേതാക്കളുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പാലക്കാടിൻ്റെ MLAയും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ ദിവസവും പീഡന പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഈ പീഡന വീരനോടൊപ്പം തന്നെയാണ് നിന്നത്. ഇന്നേ വരെ ഇയാളെ തള്ളിപ്പറയാനോ ഒന്നും ഈ കേരളത്തിലെ UDFൻ്റെ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയുടെ 12 ബ്ലോക്ക് കമ്മിറ്റി ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. ശക്തമായ പ്രതിഷേധത്തിന് ഡിവൈഎഫ്ഐ തയ്യാറെടുക്കുകയാണ്. ഇതിനെതിരെ ഇന്നലെ ഒരാഴ്ച മുമ്പ് ഈ പീഡനവീരൻ്റെ ആരോപണ വിധേയനായ ഒരാളുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് ചെയ്തിരുന്നു. വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെ ഇയാൾക്കെതിരെ ആരോപണ വിധേയമായിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ഇപ്പോൾ അവിടെ ഈ പാലക്കാട് തന്നെ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോഴും പ്രാദേശിക നേതാക്കളെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഒരേ സമയം വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയും ഇരയോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് കേരളത്തെ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. മാത്രമല്ല രാജ്കുമാർ, ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ മുഴുവൻ വയറരിയുന്നവരുടെ കണ്ണ് നിറയാതിരിക്കാൻ, മിഴി നിറയാതിരിക്കാൻ എന്ന പദ്ധതിയുമായി യുവത ഡിവൈഎഫ്ഐ പൊതിച്ചോറ് നൽകിയതിനെ അതിന്റെ മറവിൽ അസന്മാർഗിക പ്രവർത്തനമാണ് നടത്തുന്നതെന്ന അധാർമിക പ്രസ്താവന നടത്തിയ ആൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് ഡിവൈഎഫ്ഐ പൊതിച്ചോറുകൾ വിതരണം ചെയ്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം തീർത്തത്. അടിവരയിടേണ്ടതാണത്. രാജ്കുമാർ, ഉറപ്പായും ഈ പൊതിച്ചോറിനെ പോലും പരിഹസിക്കുന്ന നിലപാടായിരുന്നു. പരിഹസിക്കുകയല്ല, അതിനെ വലിയ രീതിയിൽ അപമാനിക്കാൻ ശ്രമിച്ചു ആ വലിയ ജീവകാരുണ്യ പ്രവൃത്തി ഇറങ്ങി. അതെ, തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഈ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട്ടെ MLAയും ഡിവൈഎഫ്ഐയുടെ ഈ മഹത്തായ പൊതിച്ചോറിനെ പറ്റി ഉന്നയിച്ച ആരോപണം നമ്മൾ ഇതിൻ്റെ പിന്നിൽ, ഈ പൊതിച്ചോറിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ പൊതിച്ചോറ് നടത്തുന്നതെന്നാണ് ഈ കേരളത്തിലെ അമ്മമാരെയും പെങ്ങന്മാരെയും അടക്കം ആക്ഷേപിച്ചത്. എങ്കിൽ ഇന്ന് ഈ ഒരു കേസിൻ്റെ പേരിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള പൊതിച്ചോറടക്കം ഞങ്ങൾ കൊടുത്തുവിട്ടുകൊണ്ട് ഇതിനെതിരെ ശക്തമായി സമരവുമായി മുമ്പോട്ട് പോകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏറെ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയത് കൂടിയാണല്ലോ, പ്രത്യേകിച്ച് ഈ പൊതിച്ചോറ് വാങ്ങുന്ന അമ്മമാരുൾപ്പെടെ വളരെ സങ്കടത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും അമ്മമാരെ ഉൾപ്പെടെ പരിഹസിക്കുന്ന തരത്തിൽ, കളിയാക്കുന്ന തരത്തിൽ ഈ പൊതിച്ചോറിനെ അനാശാസ പ്രവർത്തനങ്ങളെന്നാണ് ഈ MLA ആരോപിച്ചത്. എങ്കിൽ ഈ അനാശാസത്തിൻ്റെ പേരിലാണ് 1 അല്ല 2 അല്ല 3ാമത്തെ പരാതിയുടെ പിന്നിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് പിന്നിൽ